ഈ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ കാണിക്കും കടലാസുണ്ടെന്ന് കോടതി ചോദിച്ചപ്പോ ഇതാ കാണിക്കുന്നത്. ഇതാണ് രേഖ. ഈ രേഖ ശങ്കരാനി പറഞ്ഞ രേഖ ചാനൽ ചർച്ചയിലെ ജഡ്ജിമാരെല്ലാം വിധിച്ചു. ഇത് കൊള്ളാം. നിയമസഭാ സമ്മേളനം നടന്നു വരികയാണ്. ഇന്ന് എന്ന് വച്ചാൽ 2025 ഒക്ടോബർ 7 ചൊവ്വാഴ്ച നിയമസഭാ സമ്മേളനത്തിൽ തീർച്ചയായും പങ്കെടുക്കേണ്ട ഒരാളുണ്ടായിരുന്നു. പേര് മാത്യു കൊഴുന്നാടൻ MLA. പക്ഷേ അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. പങ്കെടുക്കാതിരുന്നതാണോ, അദ്ദേഹത്തോട് പങ്കെടുക്കേണ്ടതില്ല എന്ന് ആരെങ്കിലും പറഞ്ഞതാണോ? ഈ ചോദ്യം സഭയിലും ഉയർന്നിരുന്നു. തീർച്ചയായും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം പങ്കെടുക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്യു കൊഴുന്നാടനെ അറിയിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു വിധിയുണ്ടായിരുന്നു. 2 വർഷമായി കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകൾ കൊണ്ട് നിറച്ചിരുന്ന ഒരു കാര്യം, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ എത്രയോ അന്തിച്ചർച്ചകൾ നടത്തിയിരുന്ന ഒരു വിഷയം സുപ്രീം കോടതി എടുത്ത് കൊട്ടയിലിട്ടു. മറ്റൊന്നുമല്ല, CMRN എക്സാലോജിക് കേസ്. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് പെട്ടെന്ന് പിടികിട്ടാൻ സാധ്യതയില്ല. മാസപ്പടി കേസ് എന്ന് പറയണം. സുപ്രീം കോടതിയെ സമീപിച്ചത് മാത്യു കൊഴുന്നാടനാണ്. മാത്യു കൊഴുന്നാടൻ MLA വെറും MLA അല്ല, അദ്ദേഹം ഇന്ത്യ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾ KM ഷാജിയെ പോലെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ അഭിഭാഷകനായ മാത്യു കൊഴുന്നാടനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും. ഞങ്ങൾ മാത്യു കൊഴുന്നാടനോടാണ് കളിക്കുന്നത്. ഓന്റെ കയ്യിലൊരു വക്കീൽ ആഫീസർ ഉണ്ട്. അത് നല്ലോണം CPM-കാർ മനസ്സിലാക്കിക്കോ. കാര്യം എന്താ അറിയോ? മാത്യു കൊഴുന്നാടൻ വക്കീലൻ. അയാൾ പണി തുടങ്ങി ഞങ്ങൾ AKG സെന്റർ പൊളിപ്പിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് സുപ്രീം കോടതിയിൽ പോയി തോറ്റ് തൊപ്പിയിട്ടത് സുപ്രീം കോടതിയിൽ മാത്രമല്ല, തൊട്ട് താഴെ ഹൈക്കോടതിയിൽ, അതിന് താഴെ വിജിലൻസ് കോടതിയിൽ ഒക്കെ ഈ സംഭവത്തിൽ കോടതിയെ സമീപിച്ചപ്പോൾ, വിജിലൻസ് അന്വേഷണം വേണമെന്ന് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ആ ഹർജി തള്ളിയിരുന്നു. എന്നിട്ടും സുപ്രീം കോടതി വരെ പോയി. അവിടെ നിന്നും കിട്ടി നല്ല തിരിച്ചടി. സ്വാഭാവികമായും അക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കപ്പെടും. കാരണം എത്രയോ കാലം ചർച്ച ചെയ്ത വിഷയമാണ്. നിയമസഭയ്ക്ക് അകത്തും വിഷയം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് മാത്യു കൊഴുന്നാടനോട് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്. നിയമസഭയിൽ ശബരിമല വിഷയം ഉയർത്തി വലിയ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അതിനിടയിൽ മാത്യു കൊഴുന്നാടൻ വന്നാൽ വിഷയം വഴിതിരിഞ്ഞു പോകുമോ എന്ന പേടിയുണ്ട് പ്രതിപക്ഷ നേതാവിന്. അതുകൊണ്ട് വിലക്കി വരേണ്ടതില്ല എന്ന് അറിയിച്ചു. മാത്യു കൊഴുന്നാടന് ഇന്നത്തെ നേരത്തെ പറഞ്ഞതുപോലെ 2025 ഒക്ടോബർ 7 ചൊവ്വാഴ്ചയിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് വിലക്കിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. എന്നിട്ടും സഭയിൽ ഉയർന്നു വന്നു. മാത്യു കൊഴുന്നാടനെ കുറിച്ച് പറഞ്ഞത് മന്ത്രി P രാജീവ് തന്നെയാണ്. അതും കൂടി കേൾക്കാം. പിന്നെ ഇവിടെ ഒരു വക്കീലുണ്ട് സാർ. അദ്ദേഹം താഴെ കോടതി പോയി തോക്കുമ്പോ പറയും അപ്പീൽ പോകാൻ വിധിയായിട്ടുണ്ട്. ഹൈക്കോടതി പോയി അവിടെ തോറ്റു, അപ്പോഴും പറയുന്നു അപ്പീൽ പോകാൻ വിധിയായിട്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞു. പിന്നെ സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതിയുടെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഒരു നിയമസഭാ സാമാജികനോട് ചോദിക്കുകയാണ് 10 ലക്ഷം രൂപ ഫൈൻ അടിക്കണമോ എന്ന് ചോദിച്ച ചരിത്രം കേരളത്തിന്റെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതേവരെയില്ല സാർ. സ്വന്തമായിട്ട് ഓഫീസുണ്ട് സാർ, സ്വന്തമായി വാദിക്കുന്നയാളാണ് സാർ. ഇനി ആകെ ആശ്രയം ഹേഗിലൊരു കോടതിയുണ്ട്, ഇന്റർനാഷണൽ കോടതി. ആ കോടതിയിലേക്ക് അപ്പീലുണ്ട് എന്നാണ് ഇന്നലെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് സാർ. എല്ലാ ഇതിനകത്തും ഈ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ കാണിക്കും കടലാസുണ്ടെന്ന് കോടതി ചോദിച്ചപ്പോ ഇതാ കാണിക്കുന്നത്. ഇതാണ് രേഖ. ഈ രേഖ ശങ്കരാനി പറഞ്ഞ രേഖ ചാനൽ ചർച്ചയിലെ ജഡ്ജിമാരെല്ലാം വിധിച്ചു. ഇത് കൊള്ളാം. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റത് കേരളവർമ്മയുടെ കാര്യം ഞാൻ പറയുന്നില്ല. കേരളവർമ്മയിൽ അവസാനം കോടതിയിൽ പോയിട്ട് വോട്ട് കൂട്ടിക്കൊടുത്തു. ഏത് SFIക്കാർക്ക് ഒന്നുകൂടി വോട്ട് കൂട്ടിക്കൊടുത്ത അസാധാരണമായ സ്ഥിതിയുള്ള ആ നിയമസഭാ സാമാജികൻ കൂടിയുള്ള സ്ഥലമാണ് സാർ. അപ്പോ ഹൈക്കോടതിയിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന്, എല്ലാ കോടതിയിൽ നിന്നും ഭരണപക്ഷത്തിനാണ് സാധാരണ തിരിച്ചടിയേക്കുക എന്നാണ് വാർത്തയെങ്കിൽ പ്രതിപക്ഷത്തിന് തുടർച്ചയായ തിരിച്ചടികൾ മാത്രം അതാണ് ഉണ്ടായിട്ടെന്ന് കാണുന്നു. ഇപ്പോൾ
രണ്ട് MLA-മാരാണ്, കോൺഗ്രസിന്റെ MLA-മാരാണ് വിലക്ക് നേരിട്ട് പുറത്തു നിൽക്കുന്നത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, മറ്റൊരാൾ മാത്യു കോഴനാടൻ. മാത്യു കോഴനാടൻ വരും ദിവസങ്ങളിൽ വരുമോ എന്നറിയില്ല. വന്നാൽ സ്വാഭാവികമായും എക്സാലോജിക് CMRL കേസ് വലിയ ചർച്ചയായി വരികയും ചെയ്യും. മറുപടി പറയാൻ മാത്യു കോഴനാടൻ നിൽക്കുമോ എന്നതേ അറിയാനുള്ളൂ. പക്ഷേ സഭ സ്തംഭിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നാളെയും ചോദ്യോത്തരവേളയിൽ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് അറിഞ്ഞത്. അതുകൊണ്ട് മാത്യു കോഴനാടൻ ചിലപ്പോൾ രക്ഷപ്പെട്ട് കളയും.